നമസ്കാരം. കൊല്ലവർഷത്തിലെ 10ാമത്തെ മാസമാണ് ഇടവം. മെയ് മാസം 15 മുതൽ ജൂൺ 14 വരെയാണ് ഇടവമാസം വരുന്നത്. ഇടവമാസം ആരംഭിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് അഥവാ ഇടവമാസവുമായി ബന്ധപ്പെട്ട് ആദ്യമേ ചില കാര്യങ്ങൾ പരാമർശിക്കാം. ആദിത്യൻ ഇടവം രാശിയിൽ കാർത്തിക, രോഹിണി, മകയിരം, ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നതാകുന്നു. ഇടവമാസം 1 ആയില്യം നക്ഷത്രവുമാണ്. മാസാന്ത്യമാകുമ്പോൾ ചന്ദ്രൻ ഒരു വട്ടം രാശിചക്ര ഭ്രമണം പൂർത്തിയാക്കി ഉത്രം നക്ഷത്രത്തിലേക്ക് എത്തുന്നു. ഇടവം 9 വെളുത്ത വാവും ഇടവം 23 കറുത്ത വാവും സംഭവിക്കുന്നതുമാണ്. വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിലുമാണ്. വ്യാഴമൗഢ്യം ഇടവം 21 വരെ തുടരും. ശുക്രൻ മാസാദ്യത്തിൽ മേടം രാശിയിലാകുന്നു. ഇടവം 5 ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇടവം 29 മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. ശുക്രനും മൗഢ്യാവസ്ഥയിൽ തുടരുന്നതാകുന്നു. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും അപ്രദക്ഷിണഗതിയായി സഞ്ചരിക്കുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ ബുധൻ മേടം രാശിയിലുമാണ്. ഇടവം 17 ഇടവം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇടവം 21 ബുധന് ക്രമമൗഢ്യവും തുടങ്ങുന്നുണ്ട്. ചൊവ്വ മീനം രാശിയിലാകുന്നു. ഇടവം 18 മീനത്തിൽ നിന്നും മേടത്തിലേക്ക് വരുന്നതുമാണ്. ചൊവ്വ ഇടവമാസം 1 മുതൽ 18 വരെ രേവതിയിലും തുടർന്ന് അശ്വതിയിലും സഞ്ചരിക്കുന്നതുമാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് ഫലങ്ങൾ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇടവമാസത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. നക്ഷത്രനാഥനായ ശുക്രൻ ഇടവം 2ാമത്തെ ആഴ്ച മുതൽ വ്യാഴയോഗത്തോടെ 2ാം രാശിയിൽ സഞ്ചരിക്കുകയാൽ അനുകൂലമാണ് സമയം. കുടുംബസൗഖ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന സമയം തന്നെയാണ്. കൂടാതെ ഈ സമയം പിണങ്ങിക്കഴിയുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ഭാര്യാഭർത്തൃ തർക്കം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തർക്കങ്ങളാൽ പിരിഞ്ഞിരിക്കുന്നവർക്ക് അനുകൂലമാണ് സമയം. വീണ്ടും ഇണങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതായ വാക്കുകൾ, പ്രവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട് കയ്യടി നേടിയെടുക്കുവാൻ അഥവാ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ, പ്രശംസ, സ്വീകാര്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. നിങ്ങളുടെ ബഹുമാന്യത വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം കലാകാരന്മാരായ വ്യക്തികൾക്ക്, തീർച്ചയായും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സമ്മാനമായി പല കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഭരണങ്ങളാകാം, വസ്ത്രങ്ങളാകാം. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതോ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാനോ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുവാനോ സാധ്യത അല്പം കൂടുതലാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരവും വന്നു ചേരാം. കൂടാതെ ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. കൂടാതെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനോ ചെയ്യുവാനോ സാധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കും. ധനപരമായ നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുരഞ്ജനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങളും മറ്റു നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരുന്നതായ സമയമാകുന്നു. പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരുന്ന ഒരു മാസം തന്നെയാണ് ഇത്.
പരിശ്രമങ്ങൾ വിജയിക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ പരിശ്രമങ്ങൾ നടത്തുക. ഭാഗ്യാനുഭവങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഈ സമയം ബിസിനസ് പരമായ നേട്ടങ്ങൾ, പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ അനുകൂലമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമാകാൻ പോകുന്നു എന്ന് തന്നെ പറയാം. സർക്കാരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അനുമതികൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ വാങ്ങുവാനുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. അതിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം പഴയ വാഹനങ്ങൾ വിൽക്കുവാനോ പുതിയത് വാങ്ങുവാനോ ഉള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. കൂടാതെ അപ്രസക്തമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കരുത് അഥവാ സമയം കളയരുത് എന്ന കാര്യം ഓർക്കുക. തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക. അതല്ല എങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകും എന്ന കാര്യം കൂടി ഓർക്കുക. കൂടാതെ ഈ സമയം കലാമേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൃഷിയുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാം. വായ്പയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ കൈകളിലേക്ക് ധനം വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. കൈവായ്പകൾ ലഭിക്കുകയോ കൊടുത്ത കൈവായ്പ തിരികെ ലഭിക്കുകയോ ചെയ്യാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്ന സമയം എന്ന കാര്യവും ഓർക്കുക. അനുകൂലം തന്നെയാണ് സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം വളരെ അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കുക. സമ്മർദ്ദങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി ചെയ്യുവാൻ സാധിക്കും. അന്യനാട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ സ്വദേശത്തേക്കുള്ള മാറ്റത്തിനോ അല്ലെങ്കിൽ ലീവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട്, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ, പിന്തുണ എന്നിവ ലഭിക്കാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം മുന്നേറ്റം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികമായി തരക്കേടില്ലാത്ത ഒരു സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന ധനപരമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ ലാഭങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വരാം. കൈവായ്പ, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൈകളിലേക്ക് ധനം വരാം. കൂടാതെ നിങ്ങൾ വളരെ കാലമായി നൽകിയിരിക്കുന്ന കടം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം അല്പം കൂടുതലാകുന്നു. എന്നാൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടരുത്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്നീ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയോ, അതായത് അധിക ചെലവ് പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ ചിന്തകൾ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതാകുന്നു. കൂടാതെ പരസ്പരം കുറ്റം പറയുന്നതായ പ്രവണത ചില വ്യക്തികൾക്കുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ വിലമതിക്കുന്നതായി കാണാം. അതായത് നിങ്ങൾക്ക് സ്വീകാര്യത, ബഹുമാനം എന്നിവ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ അനുരഞ്ജനത്തിലൂടെ വന്നു ചേരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. അനുകൂലമാണ് സമയം. ഈ സമയം നിങ്ങൾക്ക് സന്തോഷാനുഭവങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ അന്യ ദിക്കിലേക്ക് പോകേണ്ടതായ കാര്യങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പഠിപ്പുമായി ബന്ധപ്പെട്ടോ അഥവാ പഠനവുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അംഗീകാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ സമയമാകുന്നു. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും.
പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ ചില തടസ്സങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾക്ക് തീർച്ചയായും ഒഴിവാക്കി മുന്നോട്ട് പോകാം. ലാഭം വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. തൊഴിലില്ലാത്തവരാണ് എങ്കിൽ പുതിയ തൊഴിൽ കണ്ടെത്തുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരും, അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും അല്പം കരുതൽ വേണ്ട ഒരു സമയം തന്നെയാകുന്നു. കാരണം അധിക ചെലവ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ദാമ്പത്യ രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പല രീതിയിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുക. ധനം പല വഴികളിലൂടെയും വന്നു ചേരാം. ലോൺ, ചിട്ടി, കൈവായ്പ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഉയർച്ചയിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂല നക്ഷത്രക്കാർക്കും ഇടവമാസം അനുകൂലമാണ് എന്ന് പറയാം. കാരണം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരമാണ് ഈ മാസം വന്നു ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അധികാരമുള്ള പദവികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് നേടിയെടുക്കുവാൻ സാധിക്കും. അഥവാ തൊഴിൽ അവസരങ്ങൾ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോലും പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അധ്വാനത്തിലൂടെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ്. ദുഷ്കരമായ തോന്നിയ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹോദരങ്ങൾ അതല്ല സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ, പല കാര്യങ്ങളിലും പിന്തുണ, ധനപരമായ സഹായം എന്നിവ വന്നു ചേരാം. സഹകരണം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വളർച്ചയുടെ സമയം തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രതിസന്ധികൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ തന്നെ നേരിടുവാനും തന്മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അവരെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത അല്പം കുറവാണ്. എന്നിരുന്നാലും ധനപരമായ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കലാവാസന ഉള്ളവരാണ് എങ്കിൽ കലാകാരന്മാരോ കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാകുന്നു. പ്രണയികൾക്ക് അനുകൂലമാണ് സമയം. എന്നാൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്പം ജാഗ്രത പുലർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. പല തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. എന്നാൽ അനാവശ്യമായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടാതിരിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുക. ഭൂമിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ആദായം വർദ്ധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതും ഇരു ദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക. പുരുഷ സൂക്തം നടത്തുന്നതും കുടുംബാംഗങ്ങളുടെ പേരിൽ അർച്ചന നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ ഈ സമയം പാൽപായസം ഭഗവാന് സമർപ്പിക്കുന്നതും അഥവാ വഴിപാടായി നടത്തുന്നതും ശുഭകരം തന്നെയാണ്.